പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ആരെയിലാണെന്ന് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തെ വേണ്ടപൂർവ്വം വിനിയോഗിക്കുന്നതിൻ്റെ കൂടെ മാത്രമേ ധനം നിൽക്കാറുള്ളൂ. അല്ലാതെ കഠിനമായിട്ട് നമ്മൾ അധ്വാനിച്ച് ധനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ ഒരിക്കലും നമ്മളെ കയ്യിൽ ധനം നിൽക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരിക്കലും നിൽക്കത്തില്ല. അവന് വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ധനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം ധനം ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുന്ന ഒരാളിലാണെന്നുണ്ടെങ്കിൽ ധനം സ്ഥിരമായിട്ട് നിൽക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു 10 രൂപ വന്നു കഴിഞ്ഞാൽ അവൻ 8 രൂപ ചെലവ് ചെയ്തിട്ട് 2 രൂപയെങ്കിലും അവൻ ഏതെങ്കിലും കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യും. അവന്റെ കൂടെ ധനം നിൽക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ വരുമാനം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത്ര % നമ്മൾ ചെലവാക്കിയിട്ട് ഇത്ര % നമ്മൾ നമുക്ക് വേണ്ടി നീക്കിയിരിപ്പ് വെക്കണം. എല്ലാ മാസവും വെച്ചിരുന്നു കഴിഞ്ഞാൽ അവന്റെ കൂടെ എപ്പോഴും നിലനിന്ന് പോകും. അതല്ലാതെ മൊത്തത്തിൽ നമ്മൾ ചെലവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവന്റെ കൂടെ ധനം നിൽക്കത്തില്ല. കാര്യം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതും ഇതും വേണ്ടാത്ത സാധനങ്ങളും വേണ്ടുന്ന സാധനങ്ങളും എല്ലാം പറക്കിയെടുക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കുള്ള ധനം വിനിയോഗിക്കാൻ അയാൾക്ക് അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലോ എവിടെ പോയാലോ നമ്മളൊരു ലിസ്റ്റ് എഴുതി വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യത്തുള്ളൂ. കാര്യം അങ്ങനെയുള്ളവനാണ് ധനം നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ ചലവില പോയി സാധനങ്ങൾ വാരി വലിച്ച് നമ്മൾ പോയി എടുക്കുന്നവരിൽ ഒരിക്കലും ധനം നിൽക്കത്തില്ല. ധൂർത്തായിട്ട് പോത്തതേ ഉള്ളൂ. ധൂർത്തില്ലാത്ത നല്ല രീതിയിൽ ധനം വിനിയോഗിച്ചും ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരിൽ മാത്രമേ ധനം നിൽക്കത്തുള്ളൂ. ഇതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.